ഈ ഭാഗവത വേദികൾ ഇത്രയും നാമമുഖരിതമായിട്ട് തീർന്ന ഒരു പദ്ധതിയിലേക്ക് കൊണ്ടുവന്ന ഭക്തശിരോമണി വാഴകുന്നത്തിൻ്റെ നാട്ടുകാരനാണ്. തിരുവേഗപ്പുറത്തേവരുടെ ഒരു എളിയ സേവകനാണ്. ഈ ഭാഗവത സപ്താഹ വേദികൾ ഇങ്ങനെ ഇത്രയധികം പ്രചാരം വന്നുള്ളത് അല്പം ഒരു അഭിമാനത്തോടു കൂടി തന്നെ പറയട്ടെ, ഭക്തശിരോമണി വാഴകുന്നത്തിൻ്റെ അനിതര സാധാരണമായ പ്രഭാഷണ പരമ്പരയിലും അദ്ദേഹം ഭാഗവത തീവണ്ടി തുടങ്ങിയിട്ട് കല്ലു വേണമെന്ന് നീലക്കല്ല് ആയിട്ട് ഭഗവാനെ കാണിച്ചുകൊണ്ട് തിരുവേഗപ്പുറത്തേവരോട് എന്നുള്ള ഹരശങ്കര എന്ന കീർത്തനം ആലപിച്ചുകൊണ്ടാണ് ഇന്നും ഒരുവിധം ഭാഗവത സപ്താഹ വേദികൾ തുടങ്ങുകയും അവസാനിക്കുകയും പതിവ്. അപ്പോൾ ഒരു സമയം അദ്ദേഹത്തിൻ്റെ കൂടി ഇച്ഛയായിരിക്കാം, ഏതാണ്ട് 10-12 വർഷമായിട്ട് തിരുവേഗപ്പുറത്തേവരുടെ സാനുക്കളിൽ ഒരു എളിയ രൂപത്തിൽ 12 വർഷം ഭക്തശിരോമണി വാഴകുന്നം സ്മാരക ഭാഗവത ദ്വാദശാഹ സത്രം അത് മഹാദേവൻ്റെ ഇച്ഛ കൊണ്ട് നടന്നു പോന്നു. ഇപ്പം 2 വർഷമായിട്ട് സപ്താഹ ഉത്സവമായിട്ടാണ് ഇത്തവണ ഉണ്ടായത്. ഈ സത്രം എന്ന വാക്ക് തന്നെ അതൊന്ന് പറയട്ടെ. ശത്രുക്കളെ ത്രാണം ചെയ്യുന്നത് അത് 12 അത് ആ വാക്ക് വാസ്തവത്തിൽ വൈദികമായിട്ടുള്ളതാണ്. യജ്ഞസംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ സത്രം എന്നുള്ള വാക്ക്. ശത്രുക്കളെ ത്രാണം ചെയ്യുന്നത്, സജ്ജനങ്ങളെ സംരക്ഷിക്കുവാനുള്ളതായിട്ടുള്ളതാണ് സത്രങ്ങൾ. അപ്പോൾ ഈ വൈദികമായിട്ട് പറയുമ്പോൾ 12 അതിലധികം ദിവസമായിട്ടാവുമ്പോഴേ അത് സത്രം എന്ന് നാമകരണം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ആചാര്യന്മാർ പറയണത്. അതിരാത്രം സത്രാണ്, സോമയാഗം സത്രമല്ല. അതിരാത്രം 12 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. അപ്പോൾ ആ ഇഷ്ടിയും കാര്യങ്ങളൊക്കെ തന്നെ അലങ്കാരങ്ങളും വിഷയങ്ങളും ആഹുതികളും കൂടുതലുണ്ടാവും എന്നുള്ളതിൽ കവിഞ്ഞ് വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ സത്രം എന്ന വാക്ക് 12 ദിവസമായിട്ട് നടക്കുന്നതിനാണ് സാധാരണ പറയുകയാണെന്നാണ് പഠിക്കണ കാലത്ത് ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും സജ്ജന സംസർഗം വരുമ്പോൾ തന്നെ സത്രമായിട്ട് മാറണം, അതിൽ തെറ്റില്ല. കാരണം ഇവിടെ നടക്കുന്നത് ശത്രുക്കളെ ത്രാണം ചെയ്യുക, സംരക്ഷിക്കുക, സജ്ജന സംസർഗവും ഇതിനുള്ള വേദികളല്ലേ ഈ സത്രങ്ങൾ. അതുകൊണ്ട് തന്നെ ശത്രുക്കളെ ത്രാണം ചെയ്യുക എന്നുള്ളതല്ലേ ഈ 10-12 ദിവസം 8-10 ദിവസമായിട്ട് ഇവിടെ നടക്കുമ്പോൾ അല്പം ഒരു വ്യതിയാനം ഉണ്ടെങ്കിൽ തന്നെയും ആ സത്രം എന്ന വാക്ക് അന്വർത്ഥമാകുന്നത് സജ്ജനങ്ങൾക്ക് സമ്മേളിക്കാനുള്ളതായ സൽസംഗത്തിനുള്ള വേദികളായിട്ട് മാറുമ്പോഴാണ് ഇതും സത്രങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ ഈ 10-12 വർഷവും ആ തിരുവേപ്ര സത്രത്തിലെ അവസാനത്തെ സത്രത്തിന് ഓരോ ദിവസവും മത്സ്യക്കൂർമ്മ വരാഹശ്ച നരസിംഹശ്ച വാമന രാമോ രാമശ്ച ശ്രീകൃഷ്ണ ബലരാമേതി ഖൽഗി 10 അവതാരത്തിനും 11ാമത്തെ ദിവസം ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിനും 12ാമത്തെ ദിവസം അദ്വൈതമൂർത്തിക്ക് ആയിട്ട് ഉള്ള ശങ്കര നാരായണമൂർത്തിക്കും 12 ദിവസം ആയിട്ട് കളം എഴുതിയിട്ട് അതാത് അവതാരങ്ങൾക്ക് വേണ്ട പ്രത്യേക നിവേദ്യങ്ങളോട് കൂടി അവിടുന്ന് നടത്തി തന്നു 12ാമത്തെ വർഷത്തിൽ. അതിനൊരു അനുഭൂതി അസാധ്യമായിരുന്നു. കളം എഴുതിയിട്ട്
വേദിയിൽ കളമെഴുതി അതിലേക്ക് അതാത് ഇപ്പോൾ കൽക്കിക്കാണെങ്കിൽ കൽക്കി അവതാരത്തിന് തേനാണ് നിവേദ്യം. നരസിംഹാവതാരത്തിന് നമുക്കൊക്കെ അറിയാം പാനകാണ്. ശ്രീരാമാവതാരത്തിന് പഞ്ചാര പായസമാണ്. പരശുരാമാവതാരത്തിന് പിഴിഞ്ഞ പായസം. അങ്ങനെ ഓരോന്നിനും ഓരോരോ പ്രത്യേക നിവേദ്യമുണ്ട്. അതോട് കൂടിയിട്ട് ഒന്ന് നടക്കണ്ടായിപ്പോട്ടെ. കഷ്ടകാലത്തിന് അത് നമ്മുടെ കൊറോണ കാലത്തായിപ്പോയി. അപ്പം അത് ഒരു ഓൺലൈൻ ആയിട്ട് കുറേ സംപ്രേഷണം ചെയ്തു എന്നുള്ളത് കവിഞ്ഞ് വേണ്ടത്ര പ്രചാരം നടത്താൻ പറ്റാത്ത മട്ടിലായിപ്പോയി. അപ്പം ഇതിനെക്കുറിച്ച് സഹോദരൻ സനീഷ് പറഞ്ഞപ്പോൾ തന്നെ അങ്ങനെയാണെങ്കിൽ ആ ഒരു പൂജയും കൂടിയും കളമെഴുതിയിട്ടുള്ള പൂജയും കൂടിയും ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ സഹോദര ഒന്ന് ശ്രമിക്കൂ. ഇവിടെ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ കേട്ടു ഈ ക്ഷേത്രത്തിൻ്റെ അനിതര സാധാരണമായ ചൈതന്യത്തിനെ കുറിച്ച് പറയുന്നത് കേട്ടു. മാത്രമല്ല പാർത്ഥസാരഥിയായിട്ട് ധർമ്മസംസ്ഥാപനത്തിനായിക്കൊണ്ട് അവതരിച്ച സച്ചിദാനന്ദ മൂർത്തിയായിട്ട് ആണ് ഇവിടെ വിരാജിക്കുന്നത് എന്ന് പറയുന്നത് കേട്ടു. അപ്പം നമ്മൾ എല്ലാവരും കൂടി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സത്രം കളമെഴുതിയിട്ട് ഓരോ ദിവസവും പ്രത്യേകം ആയിട്ടുള്ള അവതാരങ്ങളുടെ മത്സ്യാവതാരം, കൂർമാവതാരം, വരാഹം അത് എഴുതിയ ആളെ കൂടിയും ഇപ്പോൾ ഇതിൻ്റെ സത്ര ആചാര്യന് നല്ലോണം പരിചയമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ 10-12 അദ്ദേഹം മാത്രമാണ്. നാഗലശ്ശേരി ഹരീഷ് കുറുപ്പ് എന്ന് പറഞ്ഞ ഒരാളാണ് എഴുതിയിരുന്നത്. അതിൻ്റെ ചോട്ടിൽ സ്വസ്തി പത്മം ഇട്ട് ആ പത്മത്തിലേക്കാണ് പൂജ. അപ്പോൾ ദശാവതാരം ചന്ദ്രൻ ചാർത്തൽ എന്ന് പറഞ്ഞപ്പോൾ അതിനെ ഒന്നും കൂടിയും പൊലിമയും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനുമുള്ള അവിടെ ചെയ്ത പ്രവൃത്തിയെ ഞാൻ ആദ്യം ഒന്ന് പറയുകയാണ്. അതാണിപ്പോൾ പറഞ്ഞു വരണത്. അപ്പോൾ ഇങ്ങനെ സ്വസ്തി പൽപ്പമായിട്ടിട്ട് അതിൻ്റെ മുകളിൽ ആ മത്സ്യാവതാരം, കൂർമാവതാരം, വരാഹാവതാരം, നരസിംഹാവതാരം അങ്ങനെ ഓരോ ദിവസം ഓരോരോ അവതാരവും സന്ധ്യ സമയത്തിന് ദീപാരാധനയ്ക്ക് ശേഷം തന്ത്രിയണ്യാണ് എല്ലാ ദിവസവും പൂജ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസവും അതാത് ആ മൂർത്തിക്ക് അനുകൂലമായിട്ടുള്ള കീർത്തനങ്ങൾ ഇതിൽ പരമാചാര്യന ഭാഗവത ഗോകുലം വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ആദ്യം കുറച്ച് കീർത്തനം ഓരോ അവതാരത്തിനും വേണ്ട പ്രത്യേകം കീർത്തനങ്ങൾ എഴുതി അതാത് ദിവസം എഴുതും, അന്ന് ചിട്ടപ്പെടുത്തും, ഞങ്ങളെല്ലാവരും കൂടിയാണ് പാടും. അതിന് ഇടയ്ക്ക് വായിക്കാൻ ഉണ്ടായിരുന്നത് വെള്ളിനേഴി ഹരികൃഷ്ണനായിരുന്നു. ആ എല്ലാ ദിവസവും വെൺമണി കൃഷ്ണേട്ടനെ ഞങ്ങൾ ഒന്നിച്ച് പാടിയിരുന്നു വേദിയിൽ നിന്നിട്ട്. മറ്റേ ആദ്യം പീഠപൂജ, മൂർത്തിപൂജ കഴിഞ്ഞിട്ട് നിവേദ്യം കഴിഞ്ഞതിന് ശേഷം പ്രസന്ന പൂജയിലേക്ക് കടന്നാൽ ഈ കീർത്തനം ആലപിച്ച് കുട്ടിപ്പാടി സേവയോട് കൂടിയിട്ട് പോലെ അഷ്ടപതിയുടെ സമ്പ്രദായത്തിൽ ചൊല്ലിക്കഴിഞ്ഞ് അവസാനം ആ പ്രസന്ന പൂജയുടെ പുഷ്പാഞ്ജലി കഴിയുന്നതോട് കൂടിയിട്ട് അതാത് അവതാരങ്ങൾക്ക് വേണ്ടതായ പ്രത്യേകം മന്ത്രങ്ങൾ ജപിപ്പിച്ച് ഭക്തജനങ്ങളെ കൊണ്ട് ആ പൂജയുടെ പര്യവസാനത്തിങ്കൽ ദേവപാദത്തിങ്കൽ അതാത് ദേവൻ്റെ പാദത്തിങ്കൽ അർച്ചിക്കുക കൂടി ചെയ്യിപ്പിച്ചു ഭഗവാൻ. പക്ഷെ അത് കൊറോണക്കാലായതുകൊണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലായതുകൊണ്ട് ആൾക്കാരില്ലാണ്ടായിപ്പോയി. ഇവിടെ ഇപ്പോൾ അതല്ല, പരിശ്രമിക്കുമ്പോൾ ഇനിയും അനിതര സാധാരണമായ അത്യുന്നതമായിരിക്കുന്ന പരമമഹാസത്രമായിട്ട് പരിണമിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്ന് തോന്നുന്നു. അടുത്ത സത്രം അത്തരത്തിലാവട്ടെ എന്ന് ആദ്യം തന്നെ എല്ലാ ഭക്തജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ അനുഭൂതി എന്നത് അവാച്യമാണ്, അപരിമേയമാണ്. ആ കുറച്ച് പേര് 10-50 പേരെ അന്ന് അർച്ചിക്കേണ്ടായിരുന്നു. ഇവിടെ അതല്ല, ആയിരക്കണക്കിന് പേര് അർച്ചിക്കാൻ വന്നിരിക്കും ഈ ദേവൻ്റെ ചൈതന്യം കൊണ്ടും പ്രൗഢി കൊണ്ടും എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ പറഞ്ഞത്. അത് 12ാമത്തെ സത്രം തുടങ്ങി, ഭാഗവത സത്രം തുടങ്ങിയിട്ട് 12ാമത്തെ വർഷമായിരുന്നു. അത് കഴിഞ്ഞ വർഷവും ഈ വർഷവും
സപ്താഹമായിട്ടേ ഉണ്ടായുള്ളൂ, സപ്താഹ ഉത്സവമായിട്ട്. ഇപ്പോൾ എല്ലാ ഈ ഭക്തശിരോമണിയുടെ പരമ്പരയിൽപ്പെട്ട ഒരുവിധം ആചാര്യന്മാരൊക്കെ എന്നുള്ള മട്ടിലാക്കിയിട്ട് ഒന്ന് ചുരുങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അത് ഓരോ 7 വർഷം കഴിയുമ്പോഴോ ആ ജനങ്ങളുടെ താല്പര്യമനുസരിച്ച് 7 വർഷം കഴിയുമ്പോൾ 1 കിലോ മറ്റോ ആവാം എന്നൊരു വിചാരിച്ചവിടെ വച്ചിരിക്കുകയാണ്. അപ്പം എന്തായാലും അത്തരം സജ്ജനങ്ങളുടെ സംസർഗം ഒന്നിച്ചു വരുമ്പോൾ, ഇവിടെ പ്രത്യേകിച്ചും പാർത്ഥസാരഥിയാകുമ്പോൾ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഈ പാർത്ഥസാരഥി ധർമ്മസംസ്ഥാപനത്തിനായിട്ട് നമ്മളെ ഓരോരുത്തരെയും ഊർജ്ജസ്വലരാക്കി തീർത്തിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരമുള്ളതായ സജ്ജന ത്രാണന സ്വരൂപമായിരിക്കുന്ന സപ്താഹവേദികൾ, സത്രവേദികൾ, സജ്ജന സംസർഗവേദികൾ കൊണ്ട് നിറയട്ടെ നമ്മുടെ കേരളം. ആ അജ്ഞാന ജടിലമായ ബാധ നീക്കിയിട്ട് ആ മനസ്സിൽ അഹങ്കാരത്തെ വിധ്വംസനം ചെയ്ത് മഹത്തിൻ്റെ ഉദയത്തിനായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ച് മുന്നേറുക. പ്രാതസന്ധ്യയിലും സായം സന്ധ്യയിലും നാമം ജപിക്കുന്നത് ശീലമാക്കിയിട്ട് വരിക. അതിനൊക്കെയാണ് ഇത്തരം സത്രങ്ങൾ. അപ്പം ഇവിടെ ഇപ്പോൾ ഇതേ പ്രകാരത്തിൽ ജമദഗ്നി മുനിയുടെ പുത്രനായിട്ട് പരശു ആയുധമായിട്ട് എഴുതിയിരിക്കുന്ന പരശുരാമൻ, പരശുവിനെ കൊണ്ട് ആരമിക്കുന്നവൻ, ആ പരശുവിനെ കൊണ്ട് രമിക്കുന്നവനാണ് പരശുരാമൻ. രേണുവിൻ്റെ പുത്രിയായ രേണുകയെ വിവാഹം ചെയ്ത് ആ രേണുകയെങ്കിൽ ആ വസുമതാദികളായിരിക്കുന്ന പുത്രന്മാർ, അതിൽ പരശുരാമനെ ഏറ്റവും ചെറിയ പുത്രനായിട്ട് ഉണ്ടായിത്തീർന്നു. യവീയാൻ യജ്ഞ ഏതേഷാം രാമ ഇത്യഭിവിശ്രുത യമാഹു വാസുദേവാംശം. ആ പരശുരാമനാകട്ടെ വാസുദേവൻ അംശം. വാസുദേവൻ എന്ന് പറഞ്ഞാലോ വസുക്കളെ കൊണ്ട് ദേവനം ചെയ്യുന്നവൻ, സകല ചരാചരങ്ങളെ കൊണ്ടും വിളയാടുന്നവൻ എന്നർത്ഥം പറയാം. വാസുദേവാംശം ഹൈഹയാനാം കുലാന്തകം. ഹൈഹയന്മാർ ക്ഷത്രിയന്മാർ, ക്ഷത്രിയ കുലത്തെ ഹനിച്ചവനാണ്. ത്രിസപ്തകൃത്വ 21 പ്രാവശ്യം ക്ഷത്രിയ കുലത്തെ മുഴുവൻ സംഹരണം ചെയ്തതായിരിക്കുന്ന ആ ഭാർഗവരാമൻ, ആ പരശുരാമൻ്റെ കഥ എന്നത് ഇതര അവതാരങ്ങളെപ്പോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഉള്ള അവതാരമാണ്. എന്താണ് ഈ ത്രിസപ്തകൃത്വ, 21 തവണ ക്ഷത്രിയന്മാരെ നിഗ്രഹിക്കാൻ കാരണമായിട്ട് തീർന്നത്? ആ ക്ഷത്രിയന്മാര് അഹങ്കാരത്തെ കൊണ്ട്, രജോ ഗുണത്തെക്കൊണ്ടും തമോ ഗുണത്തെക്കൊണ്ടും ജഡിലന്മാരായിട്ട് അഹങ്കാര മൂർത്തികളായി തീർന്നപ്പോൾ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് ആണ് ഈ 21 തവണ നിക്ഷത്രകൃത്വ. ത്രിസപ്തകൃത്വ ഇമാം ചക്രേ നിക്ഷത്രിയാം മഹീം. ക്ഷത്രിയന്മാരില്ലാത്തതായ ഭൂമിയാക്കി മാറ്റി ഇത്രേ. ദൃഷ്ടം ക്ഷത്രം ഭുവോഭാരം അബ്രഹ്മണ്യം അനീനശൽ. ദുഷ്ടമായിരിക്കുന്ന ക്ഷത്രിയന്മാരെ കൊണ്ട് ഭാരം സഹിക്കവയ്യാതെ ഉണ്ടായി തീർന്നിട്ട്, ഭൂമിക്ക് ഭാരം സഹിക്കവയ്യാതെ ഉണ്ടായിട്ട് തീർന്നപ്പോൾ അവരെ ഉന്മൂലനം ചെയ്യാനായിട്ടാണ് അവിടുന്ന് അവതരിച്ചത്. ആ 7 തവണ 21 തവണ സംഹരിക്കുമ്പോഴാണ് ഉന്മൂലനം ചെയ്യാൻ സാധിക്കുന്നത്. ആ പരശുരാമൻ്റെ കഥയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഇത്ര ഘോരഘോരമായിട്ട് രാജാക്കന്മാരെ കുറിച്ച് ഒരു എല്ലാം വിധ്വംസനം ചെയ്ത ഒരാളെക്കുറിച്ച് ഇത്രയൊക്കെ പറയേണ്ടതുണ്ടോ? വാസ്തവത്തിൽ അധർമ്മല്ലേ ചെയ്തത് രാജാക്കന്മാരെ ഹനിക്കുക എന്ന് പറഞ്ഞാൽ? അധർമ്മമല്ല. അധർമ്മത്തെ കൊണ്ട് പരിപൂരിതന്മാരായിട്ട് തീരുമ്പോൾ ആ അധർമ്മത്തെ ഉന്മൂലനം ചെയ്യാനായിട്ട് ആ അധർമ്മത്തിന് കാരണഭൂതമായിരിക്കുന്ന ശരീരത്തെ നിഗ്രഹം ചെയ്യുകയാണ് അവിടെ നടന്നതെന്നർത്ഥം. അതിനാദ്യം തന്നെ ഹൈഹയാനാം അധിപതി അർജുന ക്ഷത്രിയ ഋഷഭ ദത്തം നാരായണസ്യാംശം ആരാധ്യ പരികർമ്മിഭി.
ക്ഷത്രിയന്മാരുടെ അധിപനായിട്ട് അർജുനൻ, കാർത്തവീര്യ അർജുനൻ. ക്ഷത്രിയ ഋഷഭ, ക്ഷത്രിയന്മാരിൽ ഋഷഭനായിരിക്കുന്നവൻ, ക്ഷത്രിയന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന അർജുനൻ. ദത്തം നാരായണസ്യാംശം, ആ അർജുനനും നാരായണന്റെ അംശമാണ്, ഭഗവത് അംശമാണ്. ആരാധ്യ പരികർമ്മഭി ബാഹൂൻ ദശശതം ലേഭേ, തപസ് ചെയ്തിട്ട് ദശശതം ലേഭേ ബാഹൂൻ, ദശശതം 1000 കൈകൾ ലഭിച്ചു. ദുർധരിഷത്വം അരാദിഷു അമരാദിഷു, അമരാദിഷു ദുർധരിഷത്വം, ദേവന്മാർക്കും കൂടിയും അജയ്യനായിട്ട് ലോകനാഥനായിട്ട് മാറിത്തീർന്നു. അവ്യാഹതേന്ദ്രിയ ഓജ, യാതൊരു തടസ്സമായി ഇല്ലാതെ കണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ടും സ്വേച്ഛയാ പ്രവർത്തിക്കാൻ കഴിവുള്ളവനായിട്ട് ക്ഷത്രിയന്മാരുടെ അധിപതിയായിട്ട് അർജുനൻ ആവിർഭവിച്ചു. അതോ ആ അർജുനനോ നാരായണസ്യാംശ. അവിടത്തേക്ക് ശ്രീ തേജ വീര്യ യശോബലം യോഗേശ്വരത്വം ഐശ്വര്യം ഗുണായത്രാണിമാദയ ചചാര അവ്യാഹതഗതി. ആ യോഗത്തിനെ കൊണ്ട് അവ്യാഹതഗതിയായിട്ട് അഷ്ടൈശ്വര്യ സിദ്ധികളോട് കൂടിയിട്ട് അണിമാ മഹിമാ ജൈവ ലഹിമാ ഗരിമാ തഥാ ഈശിത്വഞ്ച വശിത്വഞ്ച പ്രാപ്തി പ്രാകാശ്യമേവച, ആ അണിമാതി അഷ്ടൈശ്വര്യത്തിനെ കുറിച്ച് ഏകാദശ സ്കന്ധത്തിൽ വൃത്തിയായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ആ അഷ്ടൈശ്വര്യത്തെ കൊണ്ടും സിദ്ധിയുള്ളവനായി തീർന്ന് ലോകനാഥനായിട്ട് ചചാര അവ്യാഹതഗതി, യാതൊരു തടസ്സമില്ലാതെ എപ്രകാരം വായു ഈ അന്തരീക്ഷത്തിൽ ചലിക്കുന്നുവോ അങ്ങനെ വായുവിന് തുല്യനായിട്ട് തനിക്കിഷ്ടമുള്ളവർക്ക് എല്ലാ ദിക്കിലും വ്യാപിച്ച് നടക്കുകയാണ്. സുഖലോലുപനായിട്ട് സ്ത്രീജനങ്ങളോടുകൂടി വിഹരിച്ചുകൊണ്ട് തന്നിഷ്ടക്കാരനായിട്ട് ആ അർജുനൻ നടക്കണു. സ്ത്രീരത്നയിൽ ആവൃത ക്രീഡൻ രേവാംഭസി മതോൽക്കട, ആ ഇഷ്ടം പോലെ മദ്യത്തെ പാനം ചെയ്ത മതോൽക്കടനായിട്ട് വൈജയന്തിയും സ്രജം ബിഭ്രൽ, വൈജയന്തി മാലയെ അണിഞ്ഞുകൊണ്ട് ധരിച്ചുകൊണ്ട് സരിതം ഭുജൈ വിപ്ലാവിതം, ആ സമുദ്രത്തിനെ തന്നെ കൈകൊണ്ട് തടഞ്ഞു വെച്ചിട്ടൊക്കെ അത്രയും ശക്തിമാനായിട്ട് ആ ലോകനാഥനായിക്കൊണ്ട് വിഹരിക്കുക. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ എന്ന ബോധം ആവിർഭവിക്കണു. ആ ബോധത്തിന് കാരണം രജസ്തമോ ഗുണങ്ങളാണ്. അഷ്ടൈശ്വര്യ സിദ്ധികൾ ഒന്ന് നോക്കൂ. 1000 കൈകൾ, അതിനനുസരിച്ച് ശക്തി, ഓജസ് എല്ലാമായിട്ട് ഈ 3 ലോകത്തിനും അജയ്യനായിട്ട് ദേവന്മാർക്ക് കൂടി ഭയത്തെ ഉണ്ടാക്കിക്കൊണ്ട് ലോകത്തെ ഭരിച്ച് വിരാജിക്കണു അദ്ദേഹം. വിപ്ലാവിതം സ്വശിബിരം പ്രതിസ്രോത സരിജലൈ നാമൃഷ്യൽ തസ്യതൽ വീര്യം വീര്യമാനി ദശാനന. ദശാനനൻ രാവണൻ കൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് പരാജയപ്പെട്ടു. ഗൃഹീതോ ലീലയാ സ്ത്രീണാം സമക്ഷം കൃതകിൽപിഷ മാഹിഷ്മത്യാം സന്നിരുദ്ധോ മുക്തോ യേന കപിര്യഥ സ ഏകദാതു മൃഗയാം വിതരൻ. അങ്ങനെ പോണ സമയത്ത് അദ്ദേഹം നായാട്ടിനായിട്ട് കാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ കാട്ടിൽ അന്യതര സാധാരണമായി അതിമനോഹരമായ തേജസ്സുറ്റ ഒരാശ്രമത്തെ കാണുന്നു. മൃഗയാം വിതരൻ വിപിനേ വനേ എതിർച്ഛയാ ആശ്രമപദം. ആരുടെ? ജമദഗ്നേ ആശ്രമപദം. ആ ജമദഗ്നി മുനിയുടെ ആശ്രമ സ്ഥാനത്തെ കാണുന്നു. ഉപാവിശൽ തസ്മൈ സ നരദേവായ മുനി അരിഹണമഹരൽ സസൈന്യം ആത്മാവഹായ അമാത്യാവഹായ ഹവിഷ്മത്യാ തപോധന സ വീരസ്തത്രതൽ ദൃഷ്ട ആത്മ ഐശ്വര്യ അതിശായനം. ആ ജമദഗ്നിയുടെ ആശ്രമത്തിങ്കിൽ ആത്മ ഐശ്വര്യത്തിൻ്റെ അതിശയനത്തെ, അതിമനോഹരമായ ഐശ്വര്യത്തെ, അവാച്യമായ ഐശ്വര്യത്തെ ദർശിച്ച് അവിടെ ആ ഐശ്വര്യത്തിന് എന്താണ് കാരണം? ഇപ്പം ഞാൻ ഈ ലോകത്തിലൊക്കെ ലോകനാഥനായിട്ട് ലോകാധിപതനായിട്ട് നടക്കുന്നു, മറ്റൊരിടത്തും ഇല്ലാത്ത ഒരു ഈശ്വരീയ ഭാവം ഇവിടെ കാണുന്നുണ്ടല്ലോ. എന്താ അതിന് കാരണം? ധർമ്മം എവിടെയുണ്ടോ അവിടെ ഐശ്വര്യമുണ്ടാവും, അവിടെ ശാന്തി ഉണ്ടാവും, അവിടെ ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ പോസിറ്റീവ് എനർജി ഉണ്ടാവും.
തൊട്ടു മുമ്പ് ഇതിൻ്റെ ഈ ട്രസ്റ്റി പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇവിടെ പലരും വരുമ്പോൾ, ഇന്നലെ കേന്ദ്രമന്ത്രി വന്നിരുന്നു എന്ന് പറഞ്ഞു, ഒരു പ്രത്യേകമായ ചൈതന്യം അനുഭവപ്പെടുന്നുണ്ടെന്ന് പറയുന്നു. ഈ ക്ഷേത്രം കാണുമ്പോൾ ചെറിയ ക്ഷേത്രമാണ്. അതുപോലെ ആശ്രമ പരിസരം എന്നത്, ജമദഗ്നിയുടെ ആശ്രമ പരിസരം എന്നുള്ളത് ചെറിയ ആശ്രമ പരിസരമാണ്. പക്ഷേ അവിടെ ശാന്തി കളിയാടുമ്പോൾ ഭൗതികമായിരിക്കുന്ന ശ്രേയസ്സിനേക്കാൾ ശാന്തി പരിലസിക്കുമ്പോൾ ആ ശാന്തിക്ക് എന്താണ് കാരണം? ധർമ്മ കാരണം. ആ ധർമ്മ പരിപാലനം അഗ്നിഹോത്രാദികളായിരിക്കുന്ന ബ്രാഹ്മണ നിഷ്ഠയ്ക്കനുസരിച്ചതായ ഏതേത് പ്രവൃത്തികൾ ചെയ്യേണ്ടതുണ്ടോ അപ്രകാരമുള്ള പ്രവൃത്തികളെല്ലാം ധർമ്മനിഷ്ഠനായിട്ട് തന്നെ ആ ജമദഗ്നിമുനി അനുഷ്ഠിച്ചു വരുന്നത് കൊണ്ടാണ് അവാച്യമായ ശാന്തിയും സമാധാനവും അവിടെ കളിയാടുന്നതായിട്ട് കാർത്തവീര്യാർജുനന്, ലോകനാഥനായിരിക്കുന്ന കാർത്തവീര്യാർജുനന് അനുഭവപ്പെടുന്നത്. 1000 കൈകളുണ്ട്, ദേവന്മാരെ കൂടി ജയിക്കാനുള്ള ശക്തിയുണ്ട്, ബാക്കി തനിക്ക് വേണ്ട സകലവിധ സുഖഭോഗങ്ങളും അനുഭവിക്കാനുള്ള മാർഗമുണ്ട്. അതൊക്കെയാണെങ്കിലും ഇവിടെ ഉള്ള പ്രത്യേകമായിരിക്കുന്ന ഐശ്വര്യം, ഈശ്വരഭാവം, ശാന്തി, സമാധാനം ഈ ജമദഗ്നിയുടെ ആശ്രമത്തിൽ അവിടെ ഒരു പശുവിനെയും ഒക്കെ കാണുന്നു. ഇതെന്താ അതിന് കാരണം? ബാക്കിയുള്ളിടത്തില്ലാത്ത ഇപ്പോഴൊരു ഐശ്വര്യം. ആ ഐശ്വര്യം വരുമ്പോഴാണ് ഒരു ക്ഷേത്രത്തിൻ്റെ വലുപ്പമല്ല, ഐശ്വര്യമാണ് അടിസ്ഥാനം. കൊട്ടിയൂര് അപ്പന് എന്ത് കെട്ടിടമാണ് അവിടെ ഉള്ളത്? ആ കൊട്ടിയൂരപ്പനെ കാണാൻ വേണ്ടി നമ്മൾ എത്രയോ പേര് എവിടുന്നൊക്കെയോ വരുന്നു. അവിടെ ആ വൈശാഖ കാലത്ത് കുറേ കൂടാരങ്ങൾ ഉണ്ടാക്കണു. ഇക്കരെ കൊട്ടിയൂർ അമ്പലമുണ്ട് എന്നുള്ളതിൽ കവിഞ്ഞിട്ട് അവിടെ എത്രയോ ലക്ഷോപലക്ഷം ജനങ്ങൾ വന്ന് കൊട്ടിയൂരപ്പനെ ദർശിച്ച് നിർവൃതി നേടി പോകണു. അപ്പം ഇപ്പം ഈ ജമദഗ്നിയുടെ ആശ്രമത്തിൽ പറഞ്ഞതുപോലെയുള്ളതായിരിക്കുന്ന അവസ്ഥ ഇന്നും ഇവിടെയും ഇപ്പോഴും ഉണ്ട്. ആ പ്രതിഷ്ഠയുടെ, ആ ദേവന്റെ ചൈതന്യ വിശേഷം കൊണ്ട് തന്നെയാണ് ഈ അനുഭൂതി. ആ ആശ്രമത്തിലെ ധർമ്മത്തിന് അനുകൂലമായ രൂപത്തിൽ അനുഷ്ഠാനത്തെ കൊണ്ടാണ് ആ ചൈതന്യം അനുഭവവേദ്യമായി തീരുന്നത്. അഗ്നിഹോത്രാദി കർമ്മങ്ങൾ, ഹോമാദികൾ, അതൊക്കെ എന്തിനാ? ആ ജമദഗ്നി മുനിക്ക് ഇതൊന്നും പ്രത്യേക ആവശ്യമില്ല. തപസ്സനുഷ്ഠിക്കാൻ വേണ്ടി സ്വേച്ഛയാ കൈലാസപർവ്വതത്തെങ്കിലോ മഹേന്ദ്രപർവ്വതത്തെങ്കിലോ പോയിട്ട് തപസ്സനുഷ്ഠിച്ചാൽ മതി. അതല്ല, ഗൃഹസ്ഥനായിരിക്കുന്ന ഒരു ഋഷിയെ സംബന്ധിച്ചിടത്തോളം ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് ആഹവനീയം, ദക്ഷിണം, ഗാർഹപത്യം എന്ന ത്രേതാഗ്നി സംരക്ഷിച്ചു വരുന്നത് അവിടുത്തെ കടമയാണ്. സമിതാദികളെ ആഹരിച്ചു കൊണ്ടുവന്ന് ആ ധർമ്മത്തിന് അല്പം പോലും ലോപമില്ലാതെ കണ്ട് അനുഷ്ഠിച്ചു വന്നതാണ് അവിടുത്തെ ചൈതന്യ വിശേഷത്തിന് കാരണം. അതേപോലെ ഈ ചെറിയ വലുപ്പത്തിൽ ചെറുതാണെങ്കിലും ചൈതന്യത്തിൽ വലുതായിരിക്കാൻ നമ്മളെല്ലാവരും നിത്യേന 2 നേരവും വന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ദർശനം ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര മനസ്സുകൾ, ആയിരക്കണക്കിന് മനസ്സുകൾ ആ ക്ഷേത്രത്തിൻ്റെ അകത്തുള്ളതായിരിക്കുന്ന ഗർഭഗൃഹത്തെങ്കിലിരിക്കുന്ന വിഗ്രഹത്തെങ്കിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ചൈതന്യം, അതാത് ക്ഷേത്രങ്ങളിലെ ചൈതന്യം ഉത്തരോത്തരം വർദ്ധിക്കും. അല്ലാതെ ഇത്രയും ആൾക്കാർ ഇവിടെ കൂടില്ല. അവിടെയാണ് സത്സംഗം വരുന്നത്. ഇത്തരം ഈ ദശാവതാര സത്രങ്ങളുടെ ആവശ്യകത അവിടെയാണ്. ഭൗതികമായിരിക്കുന്ന സുഖഭോഗങ്ങളെ കൊണ്ട് ലഭിക്കാത്തതായ ശാന്തി എന്നത് ഇപ്രകാരം ഉള്ളതായ ധർമ്മനിഷ്ഠമായിരിക്കുന്ന അനുഷ്ഠാനത്തെ കൊണ്ട് മാത്രമാണ് ലഭിക്കുക എന്നുള്ളതിന് മകുട ഉദാഹരണമാണ് ജമദഗ്നിയുടെ ആശ്രമം. എന്നിട്ട് എന്തിനു പറയണു? ഈ ആശ്രമത്തിലെ ചൈതന്യത്തിന് കാരണം പശുക്കളാണെന്നൊക്കെ ധരിച്ച് അതിനെ അവിടുന്ന് അപഹരിച്ചു കൊണ്ടുപോകണു. ആലോചിച്ച് നോക്കൂ,
ലോകനാഥനായിരിക്കുന്ന ക്ഷത്രിയന് അനുയോജ്യമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. അത് യുദ്ധത്തിന് കാരണമായിട്ട് തീരണു. ധനുർധരം ബാണപരശ്വധായുധം ഐണേയ ചർമ്മ അംബര കർമ്മധാമഭി യുതം ജടാഭിർദൃശേ പുരീം വിശൻ അചോദയൽ ഹസ്തിരഥ അശ്വപത്തിഭി ഗദാ അസി ബാണ ഋഷ്ടി ശതഘ്നി ശക്തിഭി അക്ഷൗഹിണി സപ്തദശാതിഭീഷണ താ രാമ ഏക ഭഗവാൻ അസൂദയൽ. ആ ഏകനായിരിക്കുന്ന പരശുധാരിയായിരിക്കുന്ന പരശുധാമൻ 1000 കൈകളിലായിരിക്കുന്ന അർജുനനോട്, അദ്ദേഹത്തിൻ്റെ സേനാനികളോട് ആദ്യം യുദ്ധം ചെയ്യണു. ആയുധമോ? ഈ പരശു എന്നൊരൊറ്റ ആയുധം കൊണ്ട് പരശുരാമൻ യുദ്ധം ചെയ്യണു. അത് തന്നെയാണ് പരശുരാമൻ എന്ന വാക്കിൻ്റെ അർത്ഥം അന്വർത്ഥമാക്കുന്നത്. പരശുവിനെ കൊണ്ട് രമിക്കുന്നവൻ, പരശുവിനെ കൊണ്ട് ശോഭിക്കുന്നവൻ, പരശു എന്ന ആയുധത്തെ കൊണ്ട് ശോഭിക്കുന്നവൻ, മഹാദേവൻ്റെ കൂടി അംശം കൂടി. മഹാദേവനാണല്ലോ അവിടുത്തെ ഗുരുനാഥൻ. ഗുരോരനുഗ്രഹേണ ഏവ. പരശുരാമൻ്റെ ഗുരുനാഥൻ മഹാദേവനാണത്രേ. ആ ഗുരുവിൻ്റെ അനുഗ്രഹത്തെ കൊണ്ട് ആയിരക്കണക്കിന് ഹസ്തങ്ങളുള്ളതായിരിക്കുന്ന അർജുനനോട് അവിടുന്ന് യുദ്ധം ചെയ്യണു. സേനാനായകന്മാരെയും ഭടന്മാരെയും അവിടുത്തെ ഈ ഒരു ആയുധത്തെ കൊണ്ട് മാത്രം നിഗ്രഹിക്കണു, ശിരച്ഛേദത്തെ ചെയ്യണു. അവസാനം കാർത്തവീര്യ അർജുനനോട് യുദ്ധം ചെയ്യണു. ഘോരഘോരമായിരിക്കുന്ന യുദ്ധം. ക്രമത്തിൽ ഓരോരോ കൈകളും വെട്ടി 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 അവസാനം ശിരസ്സടക്കം. അതെന്താ കാരണം? ഒരു ബ്രാഹ്മണധർമ്മം അനുഷ്ഠിക്കേണ്ട ഒരാളെ കൊണ്ട് ആൾ ചെയ്യേണ്ടതാണോ ഈ പ്രവൃത്തി? പക്ഷേ അധർമ്മത്തിന് കാരണഭൂതനായിട്ട് തീരുന്നു എങ്കിൽ ഇവിടെ ധർമ്മത്തെ അനുഷ്ഠിച്ചു വരുന്നതായ അച്ഛൻ്റെ ആശ്രമത്തിൽ നിന്ന് അപഹരണം ചെയ്തു കഴിഞ്ഞതോടുകൂടി കഴിഞ്ഞു. ധർമ്മ സംസ്ഥാപനത്തിന് ഉള്ളതായ യോഗ്യത ഇല്ലാതെ കണ്ടായിട്ട് തീരുള്ളൂ. മാത്രമല്ല അദ്ദേഹം പ്രവർത്തിച്ച പ്രവൃത്തികളോ തന്നിഷ്ടക്കാരനായി അഷ്ടൈശ്വര്യ സിദ്ധികളോട് കൂടിയിട്ട് സ്ത്രീലംബടനായിട്ട് വിഹരിക്കും കൂടിയായി. അപ്പം തന്നെ രാജാവ് ദുഷിച്ചു. രാജാവ് ദുഷിച്ചാൽ രാജ്യം ദുഷിക്കും. ആ രാജാവ് ധർമ്മത്തെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവനായിരിക്കണം. നമ്മൾ കാണുന്നില്ലേ, തിരുവനന്തപുരത്ത് മഹാരാജാവ് ശ്രീപത്മനാഭദാസനായിട്ടാണ് അറിയുക. ആ ശ്രീപത്മനാഭദാസനായിട്ട് അവിടുത്തെ സേവിക്കുകയാണ് എന്നുള്ളതാണ് സങ്കല്പം. അപ്രകാരം ഒരു രാജാവ് ആ രാജ്യത്തിനെ ധർമ്മ സംസ്ഥാപനത്തിനായിക്കൊണ്ട് സ്വയം സമർപ്പിച്ചിട്ടായിരിക്കണം രാജ്യപരിപാലനം ചെയ്യേണ്ടത്. അതിന് ബാധയായില്ലേ ഇപ്പോൾ വളർന്നത്? തപസ്സനുഷ്ഠിച്ചു, അഷ്ടൈശ്വര്യ സിദ്ധികൾ ലഭിച്ചു, 1000 കൈകൾ ലഭിച്ചു. ആ 3 ലോകത്തെയും വിറപ്പിച്ചുകൊണ്ട് 3 ലോകത്തിൻ്റെയും അധിപനായിട്ട് വിരാജിച്ചു വന്നു. പക്ഷെ ഇവിടെ ഈ ശാന്തസുന്ദരമായിരിക്കുന്ന ജമദഗ്നിയുടെ ആശ്രമ പരിസരം കളങ്കപങ്കിലമാക്കി തീർത്തു. ശ്രേയത്തെക്കൊണ്ട്, കവർച്ചയെക്കൊണ്ട് കളങ്കപങ്കിലമാക്കി തീർത്തപ്പോൾ ആ നിമിഷം കഴിഞ്ഞു ധർമ്മ സംസ്ഥാപനത്തിൻ്റെ അർഹത ഇല്ലാതെ കണ്ടായത്. അത് തന്നെയാണ് ഭഗവാന്റെ അവതാരമായിരിക്കുന്ന പരശുരാമൻ. ആ പരശുവിനെ കൊണ്ട് അദ്ദേഹം കാർത്തവീര്യ അർജുനനെ നിഗ്രഹം ചെയ്യണത്. അങ്ങനെ ധർമ്മ സംസ്ഥാപനം ചെയ്യണു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. ഇതന്നെ അവിടുന്ന് അവിടെ പരശുരാമനായിട്ടും ധർമ്മ സംസ്ഥാപനത്തിനായിട്ട്, ലോകസംഗ്രഹാർത്ഥം, ലോകഹിതത്തിനായിട്ട് അധർമ്മത്തെ കൊണ്ട് സംസ്പരിശിക്കപ്പെട്ട അർജുനനെ നിഗ്രഹിക്കണു. അത് കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് വരുന്നു. അച്ഛൻ പറയണു, പർണയാമാസതച്ഛുത്വ. ആ കാർത്തവീര്യ അർജുനനോടുള്ളതായ യുദ്ധത്തിനെ കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ പറയണു, രാമരാമ മഹാബാഹോ ഭവാൻ പാപമകാരശീൽ. പുത്ര രാമ, ഹേ മഹാബാഹോ. അച്ഛൻ മകനെ വിളിക്കുക, ഹേ മഹാബാഹോ. ആ ബാഹുബലത്തെ കൊണ്ട് മഹത്തായിരിക്കുന്ന ബാഹുക്കളാ.
എന്താ ഈ ബാഹുക്കളുടെ മഹത്വം? ഈ ഒരൊറ്റ കൈകളെ കൊണ്ട് ആ പരശു എന്തിയിട്ട് കാർത്തവീര്യാർജുനങ്ങളുടെ സേനകളെയും മുഴുവനും കാർത്തവീര്യാർജുനനെയും കൈകളെ ചെറിയ ചുള്ളിക്കമ്പ് വെട്ടി വീഴ്ത്തുന്നത് പോലെ വെട്ടി വീഴ്ത്തിയ ആ കൈകളെയാണ് അവിടുന്ന് സംബോധന. മഹാബാഹോ, മഹത്തായിരിക്കുന്ന ബാഹുക്കളോട് കൂടിയവനെ എന്ന അച്ഛൻ മകനെ സംബോധന ചെയ്യാം. ഭവാൻ പാപമകാരശീൽ, നീ പാപം ചെയ്തു. അപ്പം അച്ഛന് ആശ്രമത്തിലേക്ക് വന്ന് സ്ത്രേയത്തെ ചെയ്തതായിരിക്കുന്ന രാജാവിനെ നിഗ്രഹിച്ചു എന്നതാണോ ഇവിടുത്തെ അധർമ്മം? അച്ഛൻ പറയുന്നു, ധർമ്മിഷ്ഠനായിരിക്കുന്ന ജനകനീമുനി പറയുന്നു, പാപമകാരശീൽ, ഭവാൻ പാപം അകാരശീൽ, അങ്ങ് പാപത്തെ ചെയ്തു. അവധിയിൽ വധിച്ചു. ആരെ? അവധിയിൽ നരദേവനെ വധിച്ചില്ലേ? രാജാവിനെ വധിച്ചില്ലേ? അതാണ് നിന്നിൽ വന്നതായിരിക്കുന്ന അധർമ്മം. യൽ സർവദേവമയം വൃഥ. ആ രാജാവ് എന്നത്, ഒരു രാഷ്ട്രത്തിൻ്റെ നായകൻ എന്നത് ഇന്ദ്രതുല്യനാണ്, ഈശ്വരനാണ്. ആ രാഷ്ട്രത്തിൻ്റെ ഈശ്വരനാണ് രാജാവ്. അതുകൊണ്ട് അങ്ങ് പാപമകാരശീൽ. ആ രാജനിഗ്രഹം എന്നുള്ളത് ധർമ്മത്തിന് തടസ്സമായിട്ടാണ് വരിക. അതാണ് നിന്നിൽ ആരോപിക്കപ്പെട്ടതായിരിക്കുന്ന പാപം. ആ രാജാവ് എന്നത് ഓരോ നാടിൻ്റെയും ദേവനാണ്, ഈശ്വരനാണ്. ആ ഈശ്വരനെയാണ് അങ്ങ് നിഗ്രഹിച്ചത്. വയമിഹി ബ്രാഹ്മണാഹ, നമ്മൾ ബ്രാഹ്മണന്മാരാ. യജ്ഞം, തപസ് ഒക്കെയാണ് നമ്മുടെ ധർമ്മം. ആ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് യജ്ഞാദികൾ അനുഷ്ഠിക്കുക, പ്രേതാഗ്നി സംരക്ഷിക്കുക, ആഹുതികൾ ചെയ്യുക, ജപാദികൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. ആ ധർമ്മം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഇവിടെ വരും. അതാണ് ഇവിടെ ഉണ്ടായത്. ഇനി അദ്ദേഹം ഈ ആശ്രമം തന്നെ കൊണ്ടുപോയി ആയിക്കോട്ടെ, യാതൊരു വൈഷമ്യമില്ല. വയം ഹി ബ്രാഹ്മണ ഹേ താത പുത്ര ക്ഷയം അർഹണതാംഗതാഃ യഥാ ലോകഗുരു ദേവ പാരമേഷ്ഠ്യമകാൽപദം ക്ഷമയാ ലോചതേ ലക്ഷ്മീ. എന്താ ഉണ്ടായ പാപം? അങ്ങ് നിഗ്രഹിച്ചത് ഈ ലോകത്തിൻ്റെ ഈശ്വരനായിരിക്കുന്ന അർജുനനെ നിഗ്രഹിക്കുക ചെയ്തത്. അവിടെയാണ് അധർമ്മം. ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മി എന്നുള്ളത്, ഐശ്വര്യം എന്നുള്ളത് തപസ്സാണ്. മാത്രമല്ല, ആ തപസ്സിൽ നിന്നും ഉത്ഭൂതം ഉണ്ടായിത്തീരുന്നതായ ക്ഷമയാണ് ബ്രാഹ്മണൻ ഐശ്വര്യം. ക്ഷമയാരോചത്തെ, ക്ഷമയെ കൊണ്ടാണ് നമ്മൾ അസ്മദാദികൾ ആശ്രമത്തിൽ വസിക്കുന്ന നമ്മളൊക്കെ സാത്വികന്മാരായിരിക്കുന്ന നമ്മൾ. ക്ഷമയാരോചതേ ലക്ഷ്മി, ലക്ഷ്മി ക്ഷമയാരോചത്തെ. നമ്മുടെ ആയുധം ക്ഷമയാണ്. ക്ഷമാബലം അശക്താനാം ശക്താനാം ഭൂഷണം ക്ഷമ. ആ ക്ഷമയാണ് നമ്മുടെ ആയുധം. ആ ക്ഷമയെ ധരിക്കൂ. ആ ക്ഷമയ്ക്ക് ബാധയല്ലേ ഉണ്ടായത്? ആ ശക്തി പ്രകടിപ്പിച്ച് ലോകത്തിൻ്റെ നാഥനായ ദേവനായിരിക്കുന്ന കാർത്തവീര്യ അർജുനനെ നിഗ്രഹിക്കുകയല്ലേ ഉണ്ടായത്. അവിടെയാണ് അധർമ്മം. നമ്മൾക്ക് ഭൂഷണം എന്നുള്ളത് ക്ഷമയാണ്. ധർമാനുഷ്ഠാനത്തെ അനുവർത്തിച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന ക്ഷമാസംയുക്തമായ വൈദികമായിരിക്കുന്ന പന്ഥാവിൽ കൂടെ സഞ്ചരിക്കുന്നതായ മാർഗമാണ് നമ്മുടെ ധർമ്മം. അപ്പം നമ്മൾ ക്ഷമയാണ് വേണ്ടത്. ക്ഷമയാരോചതേ ലക്ഷ്മി. ക്ഷമ കൊണ്ടാണ് ലക്ഷ്മി ഐശ്വര്യ ദേവത സംപ്രീതയായിട്ട് തീരുന്നത്. ബ്രാഹ്മി സൗരീ തഥാ പ്രഭ. ബ്രഹ്മസംബന്ധിയായിരിക്കുന്ന തേജസ്സും ബ്രഹ്മതേജസ്സും സൂര്യസംബന്ധിയായിരിക്കുന്ന തേജസ്സും ആ കാന്തിയും ഒക്കെ തന്നെ ക്ഷമിണാം ആശു ഭഗവാൻ. ഹേ ഭഗവാൻ, ക്ഷമികളായിരിക്കുന്ന നമ്മൾക്ക്, ക്ഷമാശീലനായിരിക്കുന്ന നമുക്ക് ആശു ഭഗവാൻ തുഷ്യതേ, നമ്മളിൽ
ഈശ്വരനായിരിക്കുന്ന ഹരി ഭഗവാൻ നമ്മളിൽ സംതൃപ്തനാവുക ഒരു ബ്രാഹ്മണൻ ക്ഷമയോടുകൂടി കാര്യങ്ങളെ സന്ദർഭത്തെ നേരിടുമ്പോഴാണ്. അപ്പോൾ ചെയ്തത് പാപമാണ് എന്ന് ആ ആശ്രമത്തിലേക്ക് ആക്രമിക്കാൻ വന്ന വരെ നിഗ്രഹിച്ച് ആട്ടി പറഞ്ഞു തേച്ചു വന്ന് ആശ്രമത്തിൽ വന്ന ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് അച്ഛനോട് പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ അച്ഛൻ മകനോട് പറയണു, നീ ഇപ്പോൾ ചെയ്തത് പാപമാണ്, ക്ഷമയോട് കൂടിയിട്ട് അതിനെ നേരിടേണ്ടതായിരുന്നു. നമ്മുടെ സമ്പത്ത് എന്നത് ക്ഷമയും തപസ്സുമാണ്, ശാന്തിയാണ്, സാത്വികതയാണ് നമ്മുടെ ആയുധം. ആ സത്വം ആണ് മനസ്സ്. രജസ്തമോ ഗുണങ്ങൾ ബാധയാണ്. നീ ഇപ്പോൾ രജോ ഗുണത്തെ കൊണ്ടാണ് ഈ നിഗ്രഹപരമായിരിക്കുന്ന പ്രവൃത്തിയെ ചെയ്തത്. ആ നിഗ്രഹപരമായിരിക്കുന്ന പ്രവൃത്തിയെ ചെയ്തത് നിന്റെ ജ്ഞാനത്തിന് ബാധയായിട്ട് പരിണമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ ചെയ്തത് പാപമാണ്. ആരെയാണ് നിഗ്രഹിച്ചത്? ഭൂമിദേവനെയാണ്, ഭൂമീശ്വരനെയാണ്, ആ രാജ്യപരിപാലന കർത്താവിനെയാണ് നിഗ്രഹിച്ചത്. അപ്പം രാജാവ് ഇല്ലാതെ കണ്ടായി. ആ രാജാവിനെ ഇല്ലാതാക്കുന്നതിലൂടെയാണ് നിന്നിൽ അധർമ്മം സമാരോപിക്കുക. മാത്രമല്ല എത്രയോ ആയിരക്കണക്കിന് സേനാനികളെയും സേനാനായകന്മാരെയും സേനാനികളെയും നിഗ്രഹിക്കുക കഴിഞ്ഞപ്പോൾ ഒരു ബ്രാഹ്മണന് യോജിച്ചതാണോ ഈ പ്രവൃത്തി എന്ന് അച്ഛൻ മകനായ പരശുരാമനോട് ചോദിക്കണം. രാജ്ഞോ മൂർധാഭിഷിക്തസ്യ വധോ ബ്രഹ്മവധാൽ ഗുരു. ഭാഗവതം പറയണു, മൂർധാഭിഷിക്തസ്യ രാജ്ഞ, അഭിഷേകം കഴിഞ്ഞിട്ട് രാജാവിൻ്റെ കിരീടം കിരീടധാരണം കഴിയുന്നതോട് കൂടിയിട്ട് ആ രാജാവ് ആ ഭൂമിയെ പരിപാലനം ചെയ്യുന്നതായിരിക്കുന്ന പ്രജാപതിയായിട്ട് തീരണു. ആ പ്രജാപതി നിഗ്രഹം എന്നുള്ളത് ബ്രഹ്മവധത്തിങ്കിൽ നിന്നും അധികം ഭയാനകമായിട്ടുള്ളതാണ്. തീർത്ഥസംസേവയ, ഇതിനുള്ള മാർഗം തീർത്ഥസ്നാനം, തീർത്ഥസംസേവയ അല്ലാതെ കൊണ്ട് മറ്റൊരു മാർഗമില്ല എന്നായിട്ട് അച്ഛൻ ജമദഗ്നി മുനി വത്സലപുത്രനോട് പറയണു. അമഹ ജഹ്യ അംഗ അച്യുതചേതന. എന്തൊരു സംബോധനയാണ് നോക്കൂ. അച്യുതചേതന, ച്യുതിയില്ലാത്തതായ നാശമില്ലാത്തതായ ചേതന കൊണ്ട് ചൈതന്യത്തെ കൊണ്ട് അലങ്കൃതനായിട്ടുള്ളവനെ പുത്ര എന്നാണ് സംബോധന ചെയ്യുന്നത്. അവ എത്രയൊക്കെ തനിക്ക് വിഷമമുണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയപ്പോഴും അവിടെയും ക്ഷമാഭൂഷണമായിട്ട് ആ ക്ഷമയെ കൊണ്ടാണ് ലക്ഷ്മി, ചൈതന്യ സ്വരൂപിണിയായിരിക്കുന്ന ലക്ഷ്മി ശോഭിക്കുക, ആ ലക്ഷ്മി സംപ്രീതയായിട്ട് തീരുക. അപ്പോൾ ആ ലക്ഷ്മിക്ക് ബാധയാണ് വന്നത്. അതുകൊണ്ട് നീ തീർത്ഥസ്നാനം ചെയ്യാനായിട്ട് ഗമിക്കണം എന്ന് പറഞ്ഞ ആ മാത്രയിൽ തന്നെ പരശുരാമൻ തീർത്ഥസ്നാനത്തിനായിട്ട് പിതൃോപശിക്ഷിതോ രാമ, അപ്രകാരം ശിക്ഷിക്കപ്പെട്ടവനായി. ശിക്ഷിക്കാച്ചാലോ പിതാവ് ഉപദേശിക്കുന്നു, ഇങ്ങനെയാണ് നീ ചെയ്യേണ്ടത്. രാമ തഥാ, അച്ഛൻ പറഞ്ഞത് കേൾക്കണു. കുരുനന്ദന സംവത്സരം തീർത്ഥയാത്രാം, ഒരു വത്സരം, ഒരു വർഷം തീർത്ഥയാത്രയായിട്ട് ഇറങ്ങണു. ചരിത്വ ആശ്രമം ആവ്രജൽ, ആ തീർത്ഥയാത്രയ്ക്കായിട്ട് അച്ഛൻ്റെ ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചെത്തി പവിത്രീകൃതനായിട്ട് ആ ക്ഷമയെ സമ്പത്താക്കി സ്വീകരിച്ചുകൊണ്ട് ആശ്രമത്തിൽ വരുന്നു. ആ ഘട്ടത്തിൽ കദാചിൽ ഒരു ദിവസം ആശ്രമം ലക്ഷ്മീ സമേതമായിട്ട് സമ്പൂർണമായിട്ട് ധർമാനുഷ്ഠാനങ്ങളുടെ പരിപൂർത്തിയിൽ സ്ഫൂർത്തിയിൽ അതിമനോഹരമായിട്ട് ശോഭിച്ചിരിക്കുന്ന ആ ഘട്ടത്തിൽ കദാചിൽ ജമദഗ്നിയുടെ പുത്രിയായിരിക്കുന്ന രേണുകാദേവി യാതാ ഗംഗായാം പത്മമാലിനം ഗന്ധർവരാജം ക്രീഡന്തം അപ്സരോഭിരപശ്യത. പ്രാതക്കാലത്ത് ആ ആശ്രമത്തിൻ്റെ സമീപത്തുള്ള ജലാശയത്തിലേക്ക് കുളിക്കാനായിട്ട് പോണു. അപ്പോൾ രേണുകായാതാ ഗംഗായാം, ആ ഗംഗാ തീരത്തെങ്കിൽ പോയിട്ട് പത്മമാലിനം ഗന്ധർവരാജം ക്രീഡന്തം, പത്മമാലി എന്നുള്ളതായിരിക്കും ഗന്ധർവരാജൻ തൻ്റെ പത്നികളോട് കൂടിയിട്ട് ക്രീഡിക്കുന്നത് കണ്ട് അറിയാണ്ട് കുറച്ച് സമയം നിൽക്കുക പറ്റണു.
അപ്സരോഭിരവശ്യത, അപ്സരസ്സുകളെ കൂടി ക്രീഡിക്കുന്നത് കണ്ട് വിലോകയന്തി ക്രീഡന്ത മുദകാർത്ഥം നദീംഗത ഹോമവേളാം ന സസ്മാര. അപ്പം ആ ക്രീഡ കണ്ട് അല്പസമയം ഒരു നോക്കി നിൽക്കുക പറ്റി. അപ്പോൾ ഹോമാദികൾ പ്രാതക്കാലത്ത് ചെയ്യേണ്ടതായിരിക്കുന്ന ഹോമാദികൾക്ക് വിളംബം എന്നതായിരിക്കുന്ന ദോഷം ബാധിച്ചു. വിളംബം എന്നുള്ളത് താമസം. ആ ഹോമത്തിന് താമസം വരിക എന്നുള്ളത് വാസ്തവത്തിൽ പരിഹാരമില്ലാത്ത ഒരു വിഷയമാണ്. എന്നാൽ ഇപ്പോൾ യാഗാദികൾ ചെയ്തു കഴിയുമ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും വൈഷമ്യ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അഥവാ ലോപങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് അവസാനം സമഷ്ടിയായിട്ട് ഒന്നിച്ച് കൂടി ദാനാദികൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ ജമദഗ്നിയുടെ ആശ്രമത്തിൽ അല്പം പോലും ബാധയില്ലാതെ കണ്ട് വേദവിധിക്കനുസരിച്ച് വൃത്തിയായിട്ട് ധർമ്മം അനുഷ്ഠിച്ചു വരിക. അപ്പോൾ പ്രാതക്കാലത്ത് ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ നടക്കേണ്ടതായിരിക്കുന്ന ഹോമത്തിന് വിളംബം വരിക എന്നത് സമയത്തിന് കണ്ടോ, ആ സമയനിഷ്ഠയുടെ പ്രാധാന്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ സാത്വികത വിരാജിക്കുന്നത് ബ്രാഹ്മണേ മുഹൂർത്ത ഉത്തിഷ്ഠയിൽ എന്ന് ആയുർവേദ ആചാര്യന്മാർ പറയണു. പുലരാൻ 7.5 നാഴിക ഉള്ള സമയത്താണ്. ആ 7.5 നാഴിക പറഞ്ഞാൽ ഏതാണ്ട് 3 മണിക്കൂറാണ്. അപ്പോൾ 6 മണിക്ക് മുൻപ് ഏതാണ്ട് 3 മണിയോടുകൂടി എന്താണ് ബ്രാഹ്മ മുഹൂർത്തത്തിൽ പ്രവേശിച്ച് കഴിയും. ഇപ്പോൾ ഗുരുവായൂരപ്പ് നട തുറക്കണത് എപ്പോഴാണ്? 2:45 3 മണിക്ക് മുമ്പാണ്. ആ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ആ പ്രാതൽ സ്നാനം കഴിഞ്ഞ് ആദ്യം ചെയ്യേണ്ടതായിരിക്കും പ്രവൃത്തികൾ കഴിഞ്ഞിട്ട് ഹോമാദികൾ ചെയ്യേണ്ടതുണ്ട്. ആ സന്ധ്യയെങ്കിലും സന്ധ്യാവന്ദനാദികൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 2 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ ഇതൊക്കെ താമസമായി, യഥാസമയം അല്ലാതെ ഉണ്ടായി. അതാണ് ഹോമവേളാം ന സസ്മാര. ആ ഹോമവേളയെ സ്മരിക്കാതെ കണ്ട് അബദ്ധത്തിൽ ഈ ക്രീഡയിൽ ആകൃഷ്ടയായി അല്പസമയം നിൽക്കുക പറ്റി. കിഞ്ചിൽ ചിത്രരഹസ്പൃഹ കാലാത്തയം. അപ്പോഴേക്കും രേണുകാദേവിക്ക് ഓർമ്മ വന്ന് മുനേഹെ തിരിച്ചു പോന്ന് ആശ്രമത്തിലേക്ക് എത്തി. അവ മുനി കോപിഷ്ഠനായിട്ട് മുഖഭാവം മാറി നിൽക്കുന്നത് കണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പ് അപേക്ഷിക്കുന്നു. ആഗത്യ കലശം തസ്ഥവും പുരോധായ ആ മുനിയുടെ മുൻഭാഗത്ത് വച്ചിട്ട് അഞ്ജലിയോട് കൂടിയിട്ട് നമസ്കരിച്ച് മാപ്പാക്കണേ എന്ന്. ഇവിടെ അവർ തമ്മിൽ പരസ്പരം സംസാരിക്കേണ്ട വിഷയമില്ല, ഭാവത്തെ കൊണ്ട് അറിയണു. നിശബ്ദരായിട്ട് ആ മുനിയുടെ ഭാവം സമയത്തിന് വിളംബമെന്ന ദോഷം വന്നൂലോ, അധർമ്മം സംസ്പർശം വന്നൂലോ, ഈ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് ലോകസംഗ്രഹാർത്ഥം പ്രവർത്തിക്കുന്നതായ പ്രവൃത്തിക്ക് തടസ്സമല്ലേ നീ ഉണ്ടാക്കിയത് എന്ന് സംസാരിക്കാതെ കണ്ട് ആശയവിനിമയം നടത്തുന്നു. ഇന്നത്തെ പോലെ നമുക്ക് സംസാരിക്കൊന്നും വേണ്ട, നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ നടക്കും, സംശയമൊന്നുമില്ല, നടക്കും. കലികാലത്തിൻ്റെ ധർമ്മ വാക്കിനാ പ്രാധാന്യം. കലിധർമ്മത്തിലെ ഇഷ്ടം പോലെ പടപടാന്ന് വർത്തമാനം പറയുമ്പോഴാണ് അങ്ങനെയുള്ളവരെ ആ ധർമ്മികളായിട്ട് പറയുക. ഇത് കലികാലല്ല, ത്രേതായുഗ. അവിടെ യജനാദികൾക്കാ പ്രാധാന്യം. ആ യജനത്തിൽ വർത്തമാനമില്ല, പ്രവൃത്തിയാണ്. യജനം കൃതിസ്വരൂപമാണ്, പ്രവൃത്തി സ്വരൂപമാണ്. ആ പ്രവൃത്തി അതാത് സമയത്ത് വേണ്ട പ്രകാരത്തിൽ ധർമ്മത്തിൽ അടിയുറച്ചുകൊണ്ട് പ്രവർത്തിച്ച് നീങ്ങുക എന്നതിനാ പ്രാധാന്യം. അതിനാണ് ഇവിടെ ലോപം വന്നത്. സപ്തർഷികളിൽ പ്രധാനിയാണ് ജമദഗ്നി മുനി. അവിടുത്തെ പ്രവൃത്തിക്ക് ലോപം വരുമ്പോൾ ഈ ലോപം കുറച്ച് വൈകിയാലും സാരല്ലോ എന്ന് ജനങ്ങളിലേക്ക് ഒരു സന്ദേശം വരളി കൂടിയായി തീരാം. അതുകൊണ്ട് ലോകസംഗ്രഹത്തിന് കോട്ടം തട്ടാം എന്നുള്ള സരണികൾ ചിന്താധാരയായിട്ട് വന്ന് പോയിരുന്നിരിക്കാം. എന്തിനു പറയണു? വ്യഭിചാരം മുനിർ ജ്ഞാത്വ. വ്യഭിചാരം എന്നതോ ബുദ്ധി വ്യപഗതമായിട്ട് അഭിചരിച്ചു. ആ അപ്സരസുകളും ഗന്ധർവന്മാരും കൂടി ക്രീഡിക്കുന്നതിൽ അറിയാതെ കണ്ട് അല്പസമയം ആകൃഷ്ടയായിട്ട് നിന്നുപോയി. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ അത്രയൊക്കെ പറയാനുണ്ടോ? പറയാനുണ്ട്. കാരണം വിളംബം എന്ന ദോഷം കാരണം അന്നത്തെ പ്രവൃത്തികളൊക്കെ അല്പാൽപ്പം വൈകി, ധർമ്മത്തിന് ബാധയായി.
ആ അധർമ്മത്തെ കൊണ്ട് സംസൃഷ്ടമായിരിക്കുന്നതായ ആ ശരീരം, ആ ശരീരത്തെ ഉന്മൂലനം ചെയ്യേണ്ടത് പിന്നെ ആവശ്യമായി തീർന്നു എന്ന് അദ്ദേഹം പ്രവൃത്തിയിൽ കൂടി കാണിക്കുന്നു. വ്യഭിചാരം മുനിർ ജ്ഞാത്വാ പത്ന്യാഹ വ്യഭിചാരം ജ്ഞാത്വാ പ്രകുപിത അബ്രവീൽ ഘ്നതൈനാം ഏനാം ഘ്നത. പുത്രന്മാരോട് പറയണു, ഇവളെ നിഗ്രഹിക്കൂ, കാരണം അധർമ്മിഷ്ഠയായി തീർന്നിരിക്കുന്നു, ഈ ശരീരം കളങ്കഭംഗിലമായിട്ട് തീർന്നിരിക്കുന്നു, ഇത് നിഗ്രഹിക്കണം എന്ന് പുത്രന്മാരോട് പറയുമ്പോൾ പുത്രകാഹ പാപാം ഇത്യുക്താത്തേ എന്ന ചക്രീരേ. അപ്പോൾ ബാക്കിയുള്ള പുത്രന്മാരാരും അമ്മയെ കൊല്ലാനാണ് പറയണത്. കാര്യം ശരിയല്ലേ? ഇപ്പം എന്താ ഇപ്പം ഇത്ര വലിയൊരു വിഷയം ഉണ്ടായി? 5 മിനിറ്റ് വൈകി ഇത്രയല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 10 മിനിറ്റ് വൈകി അതിന് ഇത്രയൊക്കെ കോപിക്കാനുണ്ടോ എന്നാണെങ്കിൽ സമയത്ത് നടക്കേണ്ടത് സമയത്ത് തന്നെ നടന്നിരിക്കണം എന്ന് പ്രവൃത്തിയിൽ കൂടി ജമദഗ്നി മുനി നമുക്ക് കാണിച്ച് പറഞ്ഞു തരികയാണ്. മാത്രമല്ല, എവിടെയാണ് കാമകേളിയെങ്കിൽ ആകൃഷ്ടയായിട്ട് നിൽക്കുക എന്നുള്ളത് ഒരു ധർമ്മിഷ്ഠയായിരിക്കുന്ന ആശ്രമ പത്നിക്ക് അനുയോജ്യമല്ല. അതിനെന്താ കാരണം? ഈ പഞ്ചേന്ദ്രിയങ്ങളാ. ആ പഞ്ചേന്ദ്രിയങ്ങളെ കണ്ണിനെ കൊണ്ടല്ലേ കണ്ടത്. ആ ഗന്ധർവന്മാർ വരുമ്പോൾ അവരെ പൂശിയിട്ടുള്ളതായിരിക്കുന്ന സുഗന്ധദ്രവ്യങ്ങളുടെ സുഗന്ധം, അവരുടെ മേളനം ഒക്കെ കൂടി കണ്ട് അല്പനേരം ആകൃഷ്ടയായിട്ട് നിൽക്കുക എന്ന് വന്നത് സാത്വികന്മാരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിക്ക് ബാധയാണ്. അപ്പോൾ ആ ശരീരം വിച്ഛേദ്യമായിട്ട് തീർന്നു എന്നാണ് ജമദഗ്നി മുനി. കാരണം അദ്ദേഹം ധർമ്മിഷ്ഠനാണ്. അപ്പം ആശ്രമത്തിൽ മുമ്പ് കാർത്തവീര്യാർജുനൻ കണ്ടതുപോലെയുള്ളതായിരിക്കുന്ന അവാച്യമായ ചൈതന്യ വിശേഷത്തിന് ലോപം വരും ഈ ഒരു പത്നിയും പിന്നെ ഒപ്പം കൊണ്ടു നടന്നാൽ. ഇത്രയൊക്കെ പറയാണ്ട് വെച്ചാൽ പറയാനുണ്ട്. ആ ധർമ്മം അനുഷ്ഠിക്കുന്നവനെ ധർമ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കാൻ യോഗ്യതയുള്ളൂ അത്രേ. അപ്പോൾ അവിടുന്ന് പറയണ്ട, പത്രന്മാരോട് പറഞ്ഞപ്പോൾ അവസാനം രാമനോട് പറയേണ്ട താമസം. ആ പിതൃവാത്സല്യ പിതൃഭക്തി അതിരേകത്തിൻ്റെ ഉത്തമോത്തമ ഉദാഹരണമായിരിക്കുന്ന രാമൻ, പരശുരാമൻ, അമ്മയുടെയും തൻ്റെ സഹോദരന്മാരുടെയും ഒക്കെ തന്നെ ശിരസ് ഛേദിച്ചു തൻ്റെ പരശുവിനെ കൊണ്ട്. ആലോചിച്ച് നോക്കൂ, ഇത്ര ഒരു അപകടമായിട്ടൊരു പ്രവൃത്തി ഇവിടെ ചെയ്യണോ? ഇത്രത്തോളം ഒരബദ്ധം ഇവിടെ ഇപ്പം എന്തുണ്ടായി? അമ്മയുടെ കഴുത്ത് വെട്ടണം, സഹോദരന്മാരുടെ കഴുത്ത് വെട്ടണം എന്ന് പറയണു. എന്നാ എന്താ ഇത് വെട്ടാൻ കാരണം എന്നാണെങ്കിൽ, അച്ഛൻ്റെ തപോബലത്തെങ്കിൽ ഉള്ളതായിരിക്കുന്ന അച്ഛൻ്റെ തപോനിഷ്ഠയെങ്കിലും തപശക്തിയെക്കുറിച്ചും സത്യവാദിത്വത്തെക്കുറിച്ചും പരിപൂർണ ബോധമുള്ളവനായിരിക്കുന്ന ആ പരശുരാമൻ അച്ഛൻ പറഞ്ഞതാണ് കേൾക്കുക. ആ ഗുരുഗ്രന്മാരിൽ അഗ്രേസരനായിരിക്കുന്ന ആണ് അച്ഛൻ. യദ്യദാചരതി ശ്രേഷ്ഠ, ആ അച്ഛൻ ശ്രേഷ്ഠ്യത്തെ അനുസരിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രേഷ്ഠതയെ ആ പുത്രനും അനുഷ്ഠിച്ചിരിക്കും. പ്രവൃത്തിയിൽ കൂടി ആ ബോധ്യം വർത്തമാനം പറഞ്ഞിട്ടല്ല, പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം. സിഗരറ്റ് വലിച്ചുകൊണ്ട് സിഗരറ്റ് വലിക്കരുത് എന്ന് മകനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് തെറ്റാണ് എന്ന് സിഗരറ്റ് വലിക്കാതെണ്ടിരിക്കുന്ന അച്ഛനെ സിഗരറ്റ് വലിക്കരുത് എന്ന് പറയാൻ യോഗ്യതയുള്ളൂ. സിഗരറ്റ് വലിച്ച് നീ ഞാൻ ചെയ്ത പോലെ ചെയ്യരുത് കേട്ടോ, യാതൊരു കാര്യമില്ല. ആ അച്ഛനെ പണ്ട് സിഗരറ്റ് വലിച്ച് മിക്കുക എന്താ തോന്നുന്നു. അപ്പോൾ ആ ധർമ്മത്തെ പരിപാലിച്ച് കാണിച്ചു കൊടുക്കണം. ധർമ്മപത്നിയായിട്ട് കാര്യമില്ല, അധർമ്മത്തെ കൊണ്ട് ബാധിതയായിട്ട് തീർന്നപ്പോൾ അവൾ നിഗ്രഹിക്കാൻ യോഗ്യമായിട്ട് തീർന്നു. എന്തുകൊണ്ടാണ് അധർമ്മം ചെയ്തത്? ശരീരത്തെ കൊണ്ട്. ആ ശരീരത്തിലല്ലേ ചൈതന്യം കിടക്കുന്നത്. ആ ശരീരം എന്താണ്? പഞ്ചഭൂതാത്മകം ആണ്. പഞ്ചഭൂതാത്മകം തത്വക്ഷമാം അധിഷ്ഠായ ജായതേ എന്നാണ് ആയുർവേദ ആചാര്യന്മാർ പറയുന്നത്. ആ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ശരീരം, കണ്ണ്, മൂക്ക്, നാക്ക് മുതലായിട്ടുള്ള പ്രധാനമായിട്ട് 4 ഇന്ദ്രിയങ്ങളും ശിരസിലാണ്, കഴിഞ്ഞ ശരീരവും. അപ്പോൾ ആ ഗളച്ഛേദം ചെയ്ത് കഴിഞ്ഞാൽ ആ ശരീരത്തിലുള്ളതായിരിക്കുന്ന ചൈതന്യം പിന്നെ എവിടേക്കാണ് പോവുക? ചൈതന്യത്തിൽ ലയിക്കും. ഇതല്ലേ നരസിംഹാവതാരത്തിൽ നമ്മൾ കാണുന്നത്.
ആ നരസിംഹാവതാരത്തിൽ മാറ് പിളർന്നു കഴിഞ്ഞ് ആ ചൈതന്യം, ആ ഹിരണ്യകശുവിങ്കലുണ്ടായിരിക്കുന്ന ചൈതന്യം ആരിലാ ലയിച്ചത്? സച്ചിദാനന്ദമൂർത്തിയായിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ നൃസിംഹസ്വരൂപനായിരിക്കുന്ന മഹാവിഷ്ണുവിങ്കൽ ലയിച്ചു എന്നല്ലേ പറയണത്? അതേ പ്രകാരത്തിൽ അജ്ഞാനബാധിതമായിരിക്കുന്ന ശരീരത്തിന്, ഈ പാഞ്ചഭൗതികമായിരിക്കുന്ന ശരീരത്തിന് ശിരസ് വേർപെടുത്തി കഴിഞ്ഞപ്പോൾ ചൈതന്യത്തെങ്കിലും ലയിച്ചു. അപ്പം അച്ഛൻ്റെ തപസ്സിനെക്കുറിച്ച് പരിപൂർണ ബോധ്യമുള്ള പുത്രൻ എന്ത് ചെയ്തു? അച്ഛാ, കാര്യമൊക്കെ ശരി, എനിക്ക് ഒരു വരം തരണം. എൻ്റെ അമ്മയുടെയും സഹോദരന്മാരുടെയും ജീവൻ തിരിച്ചു കിട്ടണം. അതിനു പുറമെ ഇത് അവർക്ക് ഇപ്പം ഈ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ഒരു ഓർമ്മയും ഉണ്ടാവരുത്. അച്ഛൻ്റെ തപോനിഷ്ഠയിൽ, തപോബലത്തിങ്കൽ പരിപൂർണ വിശ്വാസമുള്ള പുത്രൻ അച്ഛനോട് അപേക്ഷിക്കണു. തഥാസ്തു. ആ അച്ഛൻ പുത്രവാത്സല്യത്തിൻ്റെ അതിരേകത്തിൻ്റെ മകുടോദാഹരണമായിരിക്കുന്ന അച്ഛൻ ഏറ്റവും അത്യുന്നതമായിരിക്കുന്ന പിതൃഭക്തിയുടെ മകുടോദാഹരണമായിട്ടാണ് പരശുരാമനെ നമ്മളിവിടെ കാണേണ്ടത്. നിഷ്ഠൂരനായിരിക്കുന്ന പരശുരാമനെ അല്ല ഭക്തന്മാരെ ഇവിടെ കാണേണ്ടത്. പിതൃഭക്തിയുടെ മകുടോദാഹരണമായിട്ട് പിതാവിൻ്റെ തപോനിഷ്ഠയെങ്കിൽ അങ്ങേയറ്റം ഉറച്ച വിശ്വാസത്തോടു കൂടിയതായിരിക്കുന്ന കൂടിയിട്ടാണ് ഈ പരശുരാമൻ അച്ഛനോട് ചോദിക്കണത്. അച്ഛൻ കുട്ടിയാൽ സാധിക്കും എന്ന് ഉറപ്പോണ്ട് തന്നെയാണ് അച്ഛൻ പറഞ്ഞതനുസരിച്ചിട്ട് ആദ്യം പറഞ്ഞത് കേട്ടു. അച്ഛനെ ഉപദ്രവിച്ച കാർത്തവീര്യാർജുനനെ നിഗ്രഹിച്ചു. അച്ഛൻ പറഞ്ഞു, നീ അധർമ്മമാണ് ചെയ്തത്, തീർത്ഥസ്നാനം ചെയ്യാൻ പറഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞു വന്നപ്പോൾ ആദ്യം കാണുന്നത് ഇതാ. തൻ്റെ ജന്മത്തിന് കാരണഭൂതയായിരിക്കുന്ന അമ്മയെയും തൻ്റെ കൂടപ്പിറപ്പായിരുന്ന സഹോദരന്മാരെയും നിഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞത് കേട്ടു. ആദ്യം പറഞ്ഞത് കേൾക്കുക, എന്നിട്ട് പിന്നെ അതേ പ്രകാരത്തിൽ അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്ത രൂപത്തിൽ ഉറക്കത്തിൽ നിന്നിട്ട് വന്ന പോലെ എല്ലാവരും എഴുന്നേറ്റ് വരുന്നു. വാസ്തവത്തിൽ ഈ ഭാഗം വായിക്കുമ്പോൾ ആ പിതൃഭക്തിയുടെ മകുടോദാഹരണം ഇതിന് മകുടമായിരിക്കുന്ന ഉദാഹരണമാണ്. കണ്ണിൽ വെള്ളം നിറയാണ്. ഇന്ന് പിതൃഭക്തിയുള്ളതായിരിക്കുന്ന പുത്രന്മാർ എത്ര പേരുണ്ട്? പ്രായമാവുമ്പോൾ അച്ഛനെയും അമ്മയും നോക്കാത്ത സുഖമന്വേഷിച്ച് കടൽ കടന്നു പോകുന്ന പുത്രന്മാരും, ആ സുഖലോലുപതയുടെ പരമോന്നതമാണ് സൗഖ്യമെന്ന് വിചാരിച്ച അവസാനം മാതൃഭൂമിയിലേക്ക് തന്നെ, മാതൃഭൂമിയായിരിക്കുന്ന ഭാരതമാതാവിൻ്റെ മണ്ണിലേക്ക് രോഗഗ്രസ്തരായിട്ട് തിരിച്ചു വന്ന് കുറേ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി വസിക്കുന്ന അച്ഛനെയമ്മയും നോക്കാത്ത മക്കള് ശ്രീമദ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരണു. ഇതാണ് ഭക്തന്മാരെ, ഇതാണ് പുത്രൻ, ഇതാണ് പുത്രവാത്സല്യം, ഇതാണ് പിതൃഭക്തി. അപ്പം അത്തരത്തിൽ ഇതിൻ്റെ ഒരു 1000-ലൊരു അംശം പിതൃഭക്തി കൊണ്ടു നടക്കാൻ സാധിച്ചാൽ തന്നെ ഇന്നത്തേതിലും എത്രയോ ശ്രേഷ്ഠമായിട്ട് നമ്മുടെ ഭാരതഭൂമി പരിണമിക്കും, യാതൊരു സംശയവുമില്ല. അപ്രകാരം ഒരു ദിവസം ആ ജമദഗ്നി മുനി ആശ്രമത്തിലെ ഇതേ പ്രകാരത്തിൽ മക്കളോടും എല്ലാവരോടും സുഖമായിട്ട് ഇരിക്കുന്ന സമയത്ത് ശേഖരിക്കാനായിട്ട് കാട്ടിലേക്ക് പോണു പുത്രന്മാരൊക്കെ. ആ സമയത്ത് അർജുനൻ്റെ മക്കളായിട്ടുള്ള ഒരു പൂർവ്വവൈരാഗ്യം തീർക്കാനായിട്ട് വരണു, ആശ്രമത്തിൽ വരണു. ആ ജമദഗ്നിയുടെ ശിരസിനെ ഛേദനം ചെയ്യണു. മക്കളാരുമില്ല. പരശുരാമനും ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. ഇത് കേട്ട് രാമേഹി ആദേതി വിചുക്രോശ ഉച്ചകൈ സതി. പുത്രന്മാരൊക്കെ വന്ന് ആക്രമിച്ചു വന്ന് ജമദഗ്നിമുനിയുടെ ശിരസ് ഛേദിച്ചു കഴിഞ്ഞപ്പോൾ ആ രേണുകാദേവി രാമ രാമ എന്ന് വിലപിക്കണം.
തദുപശ്രുത്യ ദൂരസ്ഥ ഹാ രാമ ഇത്യാർത്തവസ്വനം ആർത്തവത്സ്വനം ത്വരയാ ആശ്രമം ആസാദ്യ ദദൃശേ പിതരം മതം. ആ പിതൃഭക്തനായിരിക്കുന്ന പുത്രൻ ആശ്രമത്തിൽ വന്നിട്ട് മൃതപ്രായനായ കൊല്ലപ്പെട്ടതായ അച്ഛനെ ജമദഗ്നി മുനിയെ കാണുന്നു. തൽ ദുഃഖരോഷ അമരിഷ ആർത്തി ശോക വേഗ വിമോഹിത ഹാ താത സാധോ ധർമ്മിഷ്ഠ ത്യക്തോ അസ്മാൻ സ്വർഗതോ ഭവാൻ. അച്ഛൻ്റെ ശരീരം കണ്ട് വിലപിക്കണു. അല്ലയോ അച്ഛ, ഞങ്ങളെയൊക്കെ വിട്ട് അവിടുന്ന് സ്വർഗത്തിലേക്ക് പോവുകയാണോ എന്ന് വിലപിക്കണു. ഗത്വാ മാഹിഷ്മതീം രാമ ബ്രഹ്മഘ്ന വിഹതശ്രിയം തേഷാം സശേ ശീർഷാഭി രാജൻ മധ്യേ ചക്രേ മഹാഗിരി. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം എല്ലാ ക്ഷത്രിയന്മാരെയും 3 തവണ സകലവിധ ക്ഷത്രിയന്മാരെയും നിഗ്രഹിക്കണു. കാരണം ഈ ക്ഷാത്രമായിരിക്കുന്ന ക്ഷാത്രമല്ലേ ഈ അച്ഛൻ്റെ ആശ്രമത്തിൽ വന്നിട്ട് അച്ഛനെ കൊല്ലാനായിട്ട് കാരണം? ആ അഹങ്കാരമല്ലേ കാരണം? അതിന് കാരണഭൂതന്മാരായിരിക്കുന്ന ഓരോരുത്തരെയും എല്ലാ ക്ഷത്രിയന്മാരെയും നിഗ്രഹിച്ച് തിരിച്ചു വരണു. അച്ഛൻ്റെ ശരീരത്തിന് ശിരസ് കൂട്ടിച്ചേർത്ത് വീണ്ടും അതേ പ്രകാരത്തിൽ ആശ്രമത്തിൽ ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യണു. ജാമദഗ്നിയോപി ഭഗവൻ രാമ കമലലോചന ആഗാമിന്യന്തരേ രാജൻ വർത്തയിഷ്യന്തി വൈ ബൃഹൻ അതസ്തേഭ്യോ ആസ്തേദ്യാമി മഹേന്ദ്രാദ്രൗ ന്യസ്തദണ്ഡ പ്രശാന്തധീ വകീയമാനചരിത സിദ്ധഗന്ധർവചാരണൈ. അപ്പം അച്ഛനെ ധർമ്മസംസ്ഥാപനത്തിനായിട്ട് വേണ്ട പ്രകാരത്തിൽ പ്രവൃത്തി ചെയ്ത് അച്ഛൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ക്ഷത്രിയന്മാരെ രാജാക്കന്മാരെ നിഗ്രഹിക്കുന്നത് ബ്രഹ്മഹത്യാപാപത്തിനേക്കാൾ അധികമായിട്ടുള്ള പാപമാണ് അരുത് എന്നുള്ളത്. പക്ഷെ ഇവിടെയോ ആ ധർമ്മസംസ്ഥാപനത്തിന് വേണ്ടി നിരന്തരം യാഗാദി കർമ്മങ്ങളെ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ ശിരച്ഛേദം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന് കാരണഭൂതന്മാരായിരിക്കുന്ന എല്ലാവരെയും നിഗ്രഹിച്ചു കഴിഞ്ഞ് അധർമ്മമാണ് പ്രവർത്തിച്ചതെന്ന് ബോധമുണ്ടെങ്കിലും അവിടുന്ന് ആ ധർമ്മസംസ്ഥാപനത്തിനായിട്ട് അച്ഛനെയും അമ്മയൊക്കെ സുഖാക്കിയിരുത്തിയതിന് ശേഷം ആ ജമദഗ്നിയ അപത്യം പുമാൻ ജാമദഗ്നിയ പരശുരാമൻ ഭഗവാൻ രാമ കമലലോചന ആഗാമിനി അന്തരേ രാജൻ വർത്തയിഷ്യതി വൈ ബൃഹൽ ആസ്തേദ്യാപി മഹേന്ദ്രാദ്രവും. അദ്യാപി മഹേന്ദ്ര പർവ്വതത്തിങ്കൽ തപസ്സനുഷ്ഠിച്ചുകൊണ്ട് ഇപ്പോഴും വിരാജിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയണത്. ഉത്തരഭാഗത്തിലേക്ക് ഗമിച്ച് തപസ്സനുഷ്ഠിച്ചിരിക്കുന്നു. എന്തിന്? ഭാരതത്തിൽ ധർമ്മസംസ്ഥാപനത്തിനായിട്ട് തപസ്സനുഷ്ഠിക്കുന്നു. അപ്പം രാജസിക ഭാവം വിട്ട് സാത്വിക ഭാവത്തിൻ്റെ പരമോന്നത ഭാവത്തെങ്കിൽ ഭൗതികമായ പ്രവൃത്തികളിൽ നിന്നും ഒക്കെ വിരമിച്ച് ആത്മീയമായ പ്രവൃത്തിയിൽ നിരതനായിട്ട് തപസ്സനുഷ്ഠിച്ചുകൊണ്ട് ഇപ്പോഴും വിരാജിക്കുന്നുവത്രേ. അശ്വത്ഥാമ ബലി വ്യാസ എന്ന് പറഞ്ഞിട്ട് ചിരഞ്ജീവികളിൽ പെട്ടതാണ് പരശുരാമനും എന്നാണ് പറയാറ്. അപ്പം ഇന്നത്തെ കാലത്ത് ഇത്തരത്തിൽ ഒരു വിഷയം പറയുമ്പോൾ ഇതൊക്കെ നടക്കുമോ എന്ന് നമുക്ക് സംശയം തോന്നാം. ഇതൊരു മിത്തോളജിക്കൽ സ്റ്റോറി എന്നല്ലേ പറയേണ്ടി വരിക. പക്ഷേ തപസ്വികളെ സംബന്ധിച്ചിടത്തോളം, യോഗനിഷ്ഠന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾ ധർമ്മസംസ്ഥാപനത്തിനായിട്ട് ചെയ്യുക എന്നുള്ളത് അസാധ്യമല്ല. ഈ പരശുരാമനാൽ നമ്മൾ ഈ കേരള ഭൂമി ബാക്കി എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് നമ്മുടെ കേരള ഭൂമി. പരശുരാമൻ മഴുവെറിഞ്ഞ് നേടിയതല്ല എന്ന് പറയേണ്ടത്. കേരളത്തിന് പരശുരാമ രാജ്യം പരശുരാമൻ നേടിത്തന്നതാണെന്നതിന് ദൃഷ്ടാന്തം ഉണ്ട് താനും. എന്തിന്? ഈ താൻ ക്ഷാത്ര നിഗ്രഹത്തെ കൊണ്ട് സമ്പാദിച്ചതായിരിക്കുന്ന പാപത്തെ ത്തിൻ്റെ പരിഹാരമായിട്ട് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുവാനായിട്ടാണ്. മാത്രമല്ല
ദദൗ പ്രാചീം ദിശം ഹോത്രേ ബ്രഹ്മണേ ദക്ഷിണാം ദിശം അധ്വര്യവേ പ്രതീശയും വൈ ഉദ്ഗാത്രേ ഉത്തരാം ദിശം ദദൗ പ്രാചീം ദിശം ഹോത്രേ. ഹോതാവിന് ആയിട്ട് ഹോമത്തെ ചെയ്യുന്ന ആൾക്കായിട്ട് അധ്വർയു ഹോതൻ മൈത്രാവരൻ എന്ന് പറഞ്ഞിട്ട് ഋത്തിക്കുകൾ അനവധികളുണ്ട് ഈ യജ്ഞശാലയെങ്കിലേ. അപ്പം ഈ പാപത്തിൻ്റെ ക്ഷാത്ര നിർഹരണമായിരിക്കുന്ന പാപത്തിൻ്റെ പരിഹാരത്തിനായിക്കൊണ്ട് ആ ലോകൈകനാഥനായിട്ട് മാറി പരശുരാമൻ. ക്ഷത്രിയന്മാരെയൊക്കെ നിഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ലോകത്തിൻ്റെ അധിപനാരാ? ആ നിഗ്രഹിച്ച ആ രാജതുല്യനായിട്ട് വിരാജിക്കുന്ന രാമനാണ്, പരശുരാമനാണ് പിന്നെ അധിപൻ. അവിടത്തേക്ക് ഇതൊന്നും ആവശ്യമില്ല. ഉള്ളിൽ സാത്വികത വിരാജിക്കുന്ന പരശുരാമന് ഇത് ആവശ്യമുണ്ടോ? അതാണ് ദദൗ പ്രാചീൻ ദിശം ഹോത്രേ, ഹോതാവിനായിട്ട് കിഴക്ക് ഭാഗത്തെ ദാനം ചെയ്തു. ബ്രഹ്മണേ ദക്ഷിണാം ദിശം, ബ്രാഹ്മണർക്കായിട്ട് ദക്ഷിണ ദിക്കിനെ ദാനം ചെയ്തു. അധ്വര്യവയെ പ്രതീചയും ച, അധ്വര്യുവിനായിട്ട് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഹോമങ്ങളെ ചെയ്യുന്നതായ അധ്വർയു ഹോതൻ മൈത്രാവരുണൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഋത്തുക്കൾ അധ്വർയുവിനായിട്ട് പ്രതീചയും ച പടിഞ്ഞാറ് ഭാഗം. ഉദ്ഗാത്രേ, ഉദ്ഗാനം ചെയ്യുന്ന യാഗത്തിൽ സാമഗാനത്തെ ചെയ്യുന്നതായിരിക്കുന്ന ആൾക്കാണ് ഉദ്ഗാതാവ് എന്ന് പറയുക. ആ ഉദ്ഗാതാവിനായിട്ട് ഉത്തരാന്തിശം ദദവും, ഉത്തരദിക്കിനെ. അപ്പോൾ 4 ദേശത്തിനെയും കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് ഉള്ളതായിരിക്കുന്ന എല്ലാ ദിക്കുകളെയും എല്ലാ ബ്രാഹ്മണർക്കുമായിട്ട് ദാനം ചെയ്ത് അവിടുന്ന് ഉത്തരാദേശത്തെങ്കിൽ ഈ മഹേന്ദ്ര പർവ്വതത്തെങ്കിലേക്കായിട്ട് ഗമിച്ചു. അപ്പോൾ സകലം കിട്ടുകയും ചെയ്യും. വേണമെച്ചാൽ അതിൻ്റെ ചക്രവർത്തിയായിട്ട് രാജാധിരാജനായിട്ട് അവിടത്തേക്ക് ഇവിടെ പരശുരാമന് ഇവിടുത്തെ ചക്രവർത്തിയായിട്ട് സുഖത്തോടു കൂടിയിട്ട് ഇരുന്നുകൂടെ? ഇല്ല. ധർമ്മ സംസ്ഥാപന ആണ് അവിടുത്തെ ലക്ഷ്യം. അത് പ്രവർത്തിച്ച് കാണിച്ചു തരികയാണ് 10 അവതാരത്തിൽപ്പെട്ട പരശുരാമൻ നമുക്ക് എന്നർത്ഥം. അന്യേഭ്യോ അവാന്തര ദിശ, മറ്റു ദിക്കുകളൊക്കെ മറ്റുള്ളവർക്ക് ദാനം ചെയ്തു. കാശ്യപായത മധ്യത, മധ്യദേശം കശ്യപമുനിക്കായിട്ട് പ്രദാനം ചെയ്തു. ആര്യാവർത്തം ഉപദ്രഷ്ടാവിനായിട്ട് ആര്യാവർത്തത്തെ ദാനം ചെയ്തു. സദസ്യേഭ്യ തഥാ പരം, സദസ്യന്മാർക്കായിട്ട് ബാക്കിയുള്ള ദേശങ്ങൾ ചെയ്തു. അങ്ങനെ ആ താൻ നേടിയതായിരിക്കുന്ന എല്ലാ ദേശങ്ങളെയും എല്ലാവർക്കും ദാനം ചെയ്ത് അദ്ദേഹം മഹേന്ദ്ര പർവ്വതത്തെങ്കിൽ ഗമിക്കണു. സർവസംഘ പരിത്യാഗിയായിട്ട് ഗമിക്കണു. ചിരഞ്ജീവിയായിട്ട് വാഴണു. എന്തിന്? ലോകത്തിൽ ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യുവാനായിക്കൊണ്ട്. ഇങ്ങനെയാണ് ഭക്തന്മാരെ ഓരോ ഭക്തശിരോമണികളുടെയും അവസ്ഥ, ധർമ്മ സംസ്ഥാപകന്മാരുടെയും അവസ്ഥ. ആ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് അവതരിച്ചതായ പരശുരാമൻ, ആ പരശുരാമമൂർത്തി അവിടുത്തെ തപോനിഷ്ഠ, പിതൃഭക്തി, മാതൃഭക്തി, സഹോദരഭക്തി, ധർമ്മനിഷ്ഠ എല്ലാം ആണ് നമ്മൾ വാസ്തവത്തിൽ മാതൃകയാക്കേണ്ടത്. അപ്പം ഇവിടുത്തെ പോലെ യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി, എപ്പോഴോ അധർമ്മം സംഭവിക്കുന്നുവോ ആ സമയത്ത് ഒക്കെ തന്നെ ഭഗവാൻ ഏതെങ്കിലും പ്രകാരത്തിൽ മൂർത്തിസ്വരൂപനായിട്ട് തീർന്നിട്ട് തൻ്റെ ശരീരത്തെ കൊണ്ട് ധർമ്മസംസ്ഥാപനത്തിന് വേണ്ടതായ പ്രവൃത്തി ചെയ്തിരിക്കും. യാതൊരു സംശയവുമില്ല. അതാര് കൽക്കി പ്രാദുർഭവിഷ്യതി, കലിയുഗത്തെങ്കിൽ കൽക്കി അവതാരം അല്ലെങ്കിൽ കൽക്കി അവതാരം ഉണ്ടാവും എന്ന് പറയുന്നില്ല.